ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു കിൻഡർ ജോയ് പോക്കറ്റ് മേക്കിംഗ് വീഡിയോ ആണ്. അതിനായിട്ട് സ്റ്റിക്ക് നമ്മൾ നന്നായിട്ട് കിൻഡർ ജോയമേ സെല്ലോ ടേപ്പ് ചെയ്തെടുക്കുക. സെല്ലോ ടേപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളതൊരു തെർമാക്കോളിൽ കുത്തി ഇറക്കി വെക്കേണ്ടതാണ്. നമുക്ക് തെർമാക്കോൾ കിട്ടിയില്ലെങ്കിൽ ഒയാസിമ ആയാലും കുത്തി വെച്ചാൽ മതി. രണ്ടായാലും നന്നായി നിന്നോളും. ഞാൻ ഇന്ന് ചെറിയൊരു പോക്കറ്റാണ് ഉണ്ടാക്കേണ്ടതായതുകൊണ്ട് ഞാൻ തെർമാക്കോളാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന് ശേഷം റാപ്പിംഗ് പരിപാടിയാണ്. റാപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ ബൊക്കെ ഷീറ്റ് നമ്മൾ കോൺ ഷേപ്പിൽ വേണം ചെയ്തെടുക്കാൻ. ഞാനിപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് ചെയ്യുന്നത്. നിനക്ക് ഈ കോൺ ഷേപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ വേണമെങ്കിൽ ഞാൻ ഷോർട്ടായിട്ട് ഇടാം. സോ നമ്മളിത് ഇങ്ങനെ ആക്കിയിട്ട് അതിൻ്റെ ബാക്കിൽ വെക്കുക. അതിന് ശേഷം നമ്മൾ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കണം. ഇതിൻ്റെ ഫുൾ പാർട്ട് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കണം. അതിനുശേഷം ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഈ സ്റ്റിക്ക് കാണാതിരിക്കാനും പിന്നെ ആ തെർമാക്കോളിൻ്റെ ചെറിയ ഭാഗമായിട്ടും കാണാതിരിക്കാനായിട്ട് നമ്മൾ ആ ഭാഗം കൂടിയും ഒന്ന് ടേപ്പ് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മൾ ബൊക്കെ ഷീറ്റ് മടക്കിയിട്ടാണ് ഇവിടെ വെക്കുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് ഇത് പാട്ടായിട്ട് ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ നമുക്ക് അത് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് സെല്ലോ ടേപ്പ് ചെയ്തെടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ ആ പരിപാടി ചെയ്യേണ്ടത്. ഈ ബാക്ക് പോർഷൻ ഫുള്ള് നമ്മൾ സെല്ലോ ടേപ്പ് ചെയ്തെടുത്താലാണ് നല്ല രീതിക്ക് നിൽക്കുകയുള്ളൂ. കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇനി അതിനായിട്ട് ആ ഫ്രണ്ട് പോർഷൻ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെയാണ് ആ ഫ്രണ്ട് പോർഷൻ ഇരിക്കുക. ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിലിടാം. സോ ഇത് നന്നായിട്ട് നമ്മൾക്ക് ടേപ്പ് ചെയ്ത് വെക്കാം. ഞാൻ മുന്നേ ടേപ്പ് ചെയ്ത് വെച്ചതൊന്ന് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. എന്നാലും നമുക്ക് സെക്യൂർ ആയിരിക്കാൻ ഒന്നും കൂടി നമ്മളത് ഇതാക്കി വെച്ചിട്ടുണ്ട്, ടേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ കാണുന്ന ആ തെർമോക്കോൾ കവർ ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മളൊരു ബൊക്കെ ഷീറ്റ് റെക്റ്റാങ്കിൾ ഷേപ്പിൽ എടുത്തിട്ടുണ്ട്. അത് ഞാനത് സെല്ലോ ടേപ്പ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഇതിൽ റൗണ്ട് ചെയ്തെടുത്തിട്ട് ഒന്നും കൂടി സെല്ലോ ടേപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇനി നമുക്ക് ആ ഭാഗം കവർ ചെയ്യണമെങ്കിൽ അവിടെ നമുക്ക് റിബൺ ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ്. സോ നമുക്കിതൊന്ന് റൗണ്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഫുള്ളായിട്ട് റൗണ്ട് ചെയ്തതിന് ശേഷമാണ് നമുക്ക് റിബൺ ഒട്ടിക്കുന്ന പരിപാടി നമ്മൾ ചെയ്യുക. അപ്പോൾ അത് ഫുള്ളായിട്ട് റൗണ്ട് ചെയ്തിട്ട് അവിടെ നമുക്ക് ടേപ്പ് എവിടെയാണോ റൗണ്ട് ചെയ്ത് അവസാനിച്ചെത്തണേ അവിടെ നമ്മൾ ടേപ്പ് ഒട്ടിച്ച് വെക്കണം. ഈ സെല്ലോ ടേപ്പ് ഒട്ടിച്ച ഭാഗം കവറാവാനായിട്ട് അവിടെ വേണം നമ്മൾ ആദ്യമായിട്ട് ഒന്ന് റിബൺ നമ്മൾ റൗണ്ട് ചെയ്ത് കൊടുക്കാൻ. ഇത് നമ്മൾ ലൈറ്റായിട്ടുള്ളൊരു സാറ്റൻ റിബണാണ് വൈറ്റ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ അതൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ കുറേയൊക്കെ ആ ടേപ്പ് ഒട്ടിച്ചത് കാണാതെ നല്ല വൃത്തിക്ക് കിട്ടും. അതിനായിട്ട് നമ്മളത് ചെയ്യണത്. നമ്മളങ്ങനെ റൗണ്ട് ചെയ്തതിന് ശേഷം അവിടെ ഒരു ടേപ്പ് ഒട്ടിച്ച് വെക്കണം. നമ്മൾ ടേപ്പ് ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരെണ്ണം കൂടി ഉണ്ടാക്കണം. അതിനായിട്ട് തുമ്പ് നമ്മൾ ഈ രീതിക്കാണ് കട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ടിപ്പ് ഈ രീതിക്ക് കട്ട് ചെയ്താൽ കാണാൻ കുറച്ചും കൂടി എലഗൻ്റ് ആയിരിക്കും. നമുക്ക് അങ്ങനെ കട്ട് ചെയ്യാം. അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് റൗണ്ട് ചെയ്തിട്ട് ഒരു ഡബിളായിട്ട് കിട്ടുന്നുണ്ട്. ഒരു വട്ടം കിട്ടി, രണ്ടാമത്തെ വട്ടവും കെട്ടി നിൽക്കുമ്പോൾ അത് സെക്യൂർ ആയിട്ട് അവിടെ നിന്നോളും. അങ്ങനെ കെട്ടി കൊടുക്കാം. അപ്പോൾ നമ്മളിത് 2 വട്ടം കിട്ടിയതിന് ശേഷം നമ്മൾ ബോ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബോ ഉണ്ടാക്കുന്ന വീഡിയോ വേണമെങ്കിൽ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാം. 2 തരം ബോ ഉണ്ടാക്കാം. ഡബിളായിട്ടുള്ളതും സിംഗിളായിട്ടുള്ള ബോയും നമുക്ക് ഉണ്ടാക്കാം. ഇത് ഡബിളായിട്ട് വരുന്ന ബോയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് ഗ്ലൂ ചെയ്ത് കൊടുക്കാം. ഗ്ലൂ സ്റ്റിക്ക് എടുത്തിട്ട് നമ്മൾ അവിടെ ഒട്ടിച്ച് വെക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇതിനായിട്ട്. നമുക്കത് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞാൽ നമ്മുടെ കിൻഡർ ജോയ് പോക്കറ്റ് റെഡിയാവും ഇവിടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതാണ് കിൻഡർ ജോയ് പോക്കറ്റ്. ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. അടുത്ത പോക്കറ്റായിട്ടും പാക്കിംഗ് വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. ഓക്കെ, ബൈ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.